ശാപം. താപം. പാപം ശപിക്കുക. പറഞ്ഞാൽ എന്താ ആ വാക്ക് കിട്ടുന്നില്ല, മനസ്സിലായി എന്താണെന്നുള്ളത്. ആലും. ആലും. എന്നാലും എന്നുള്ള അല്ലേ ആലും. ഇതോ കുടിക്കരുത്, ഉപേക്ഷിക്കുക, ഉപേക്ഷിക്കുക. ഉപേക്ഷിക്കുക, ആ കുന്തം, 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 കളയുക, ശരി. ശാപിക്കുക, അതെ. ദാനം ചെയ്യുക, കൊടുക്കുക. ദാനം ചെയ്യുക. കോപ്പി അടിക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. എന്നാലും ഇതെന്താണ്? ഊഞ്ഞാൽ. ഇതെന്താണ്? വെഞ്ചാമരം. ജാമരം, ആലവട്ടം. ആലവട്ടം. വില്ല്, വില്ല്, വില്ലൻ. വില്ല്, വില്ല്, ഔഷധം, ഔഷധം, നെഗറ്റീവ്. അവൽ. അവൽ. ശരി. അപ്പൊ ഇതെന്താണ്? ഔഷധം എങ്ങനെയാണ്? അടിക്കുന്നത് ഓർത്താലും മതി. ഇത് ഇടിക്കുന്നത് അവൻ. ഇരിക്കുക, എനിക്ക് മനസ്സിലായി. നോക്കി പറയാണെന്ന് എനിക്ക് മനസ്സിലായി. ഇരിക്കുക, നിൽക്കുക, വസിക്കുക എന്നുള്ളത് ഒറ്റ മുദ്ര തന്നെയാണ്. ഇങ്ങനെ കാണിച്ചാൽ അച്ഛൻ, ജ്യേഷ്ഠൻ, അമ്മാവൻ, ചേട്ടൻ, അമ്മാവൻ. ഈ ഗുരുവിനെ കാണാൻ പോകുമ്പോൾ ഒരു കാര്യം പറയട്ടെ. ഗുരുവിനെ കാണാൻ പോകുമ്പോഴും ദൈവത്തെ കാണാൻ പോകുമ്പോഴും ശിശുക്കളെ കാണാൻ ഭക്തികളെ കാണാൻ പോകുമ്പോഴും രാജാവിനെ കാണാൻ പോകുമ്പോഴും എങ്ങനെ പോകണം? ഞാൻ പറഞ്ഞിരുന്നോ? ഇല്ല. അതറിയാലോ. അവിടെ വെറും കൈയോടെ പോകരുത്. എന്നെങ്കിലും എന്നെ കാണാൻ വന്നാൽ അതിനുവേണ്ടി പറഞ്ഞതല്ല. ഗുരു എന്താണോ പ്രിയങ്കരമായത് അത് കൊണ്ടു കൊടുക്കുക, അദ്ദേഹത്തെ സന്തോഷിപ്പിക്കുക. അതിൽ നിന്ന് ഒരു പോസിറ്റീവ് എനർജി, ഒരു അനുഗ്രഹം എന്നതുപോലെ ലഭിക്കുമെന്നാണ് പറയാറ്. ദൈവത്തെ കാണാൻ പോകുമ്പോൾ ദൈവത്തിന് നമുക്ക് പറ്റുന്ന രീതിയിൽ ഒരു പൂവെങ്കിൽ പൂ കൊടുക്കാനേ നമുക്ക് മാർഗമുള്ളൂ, കൊടുക്കാം. ഇനി ഒരു പക്ഷേ ചന്ദനത്തിരി അതാണ് അത്, അല്ലെങ്കിൽ എണ്ണയാണെങ്കിൽ അത്, അതല്ല ഇനി അവലാണെങ്കിൽ, അല്ലെങ്കിൽ മലരാണെങ്കിൽ, അല്ലെങ്കിൽ ആനയാണെങ്കിൽ, കുതിരയാണെങ്കിൽ. ഇതിങ്ങനെ പറയുന്നുണ്ട് കുതിരവർത്തൻ കഥയിൽ. പണ്ട് വഞ്ചിപ്പാട്ടിൽ പറയുന്നുണ്ട്, അവലുമാം മലരുമാം ഫലരുമാം യഥാശക്തി ഒക്കെയും. അതായത് അവലാകട്ടെ മലരാകട്ടെ, കഥകളിൽ പറയുന്നത് ആനയാകട്ടെ കുതിരയാകട്ടെ, അംബാനിയാണെങ്കിൽ ആനയെ കൊടുക്കാം, തൊട്ട് താഴെയുള്ളവരാണെങ്കിൽ കുതിരയെ കൊടുക്കാം, തൊട്ട് താഴെയുള്ളവരാണെങ്കിൽ പൂ കൊടുക്കാം. പക്ഷെ എങ്ങനെ കൊടുക്കാൻ? യഥാശക്തി, അവനവന്റെ കഴിവ് പോലെ കൊടുക്കാം. പക്ഷെ എങ്ങനെ വേണം കൊടുക്കേണ്ടത്? മനസ്സിൽ പണ്ട് ഞാനൊന്ന് വഴിപാട് നേർന്നു പോയി, ഇപ്പൊ എങ്ങനെ അങ്ങനെ ചെന്നാൽ ഭഗവാൻ സ്വീകരിക്കില്ല. പൂർണ്ണ മനസ്സോടെ ഒരു പൂക്കളാണ് അർപ്പിക്കുന്നതെങ്കിൽ അത് പൂർണ്ണമായിട്ട് മനസ്സോടെ വേണം കൊടുക്കാൻ എന്നാണ്. അപ്പൊ ചിലരൊക്കെ ചില അമ്പലങ്ങളിൽ കഥകളി വഴിപാടായി നേരും. ഇപ്പോ സന്താനങ്ങളില്ലാതെ ഇരിക്കുമ്പോൾ ഒരു വഴിപാട്, ഇന്ന അമ്പലത്തിൽ ഞാൻ സന്താന ഗോപാലൻ കഥകളി നടത്തിക്കൊള്ളാം. സന്താനം ഉണ്ടായി, ആ കുട്ടി വിവാഹം കഴിച്ചു, അടുത്ത സന്താനവും ഉണ്ടായി, വഴിപാട് നടന്നില്ല. അപ്പൊ എന്ത് ചെയ്യുന്നറിയോ? പണ്ടൊരു വഴിപാട് നേർന്ന അത് നടത്തിയില്ലെങ്കിൽ ഇനിയിപ്പോ പ്രശ്നമാവോ, നടത്തിക്കളയാം എന്ന് വിചാരിച്ചിട്ട് നടത്തിയാൽ എന്താണ്? ഞാൻ സ്വീകരിക്കില്ല എന്നാണ് ഭഗവാൻ. അതോടൊപ്പം തന്നെ രാജാവിനെ കാണാൻ പോകുമ്പോൾ എന്ത് വേണം? അദ്ദേഹത്തിന് കാഴ്ചയ്ക്കായിട്ട് അദ്ദേഹത്തിന് എന്താണോ അത് കൊടുക്കാം. അതുപോലെ കുട്ടിയെ കാണാൻ പോകുമ്പോൾ, കൊച്ചു കുട്ടിയെ കാണുമ്പോൾ നമ്മൾ എന്ത് വേണം? അവിടെ നമ്മൾ ബുക്കും അങ്ങനെയുള്ള കാര്യവും കൊണ്ട് പോയിട്ട്
ഒന്നിലോ കൽക്കണ്ടോ മുന്തിരി മധുരമായിട്ടോ അതെ പണ്ട് കൽക്കണ്ടൊക്കെ കൊണ്ടുപോകും. അതായത് 3 മാസം പ്രായമുള്ള കുട്ടിയെ കാണാൻ പോകുമ്പോൾ മുറുക്കും പച്ചപ്പവും അതല്ലേ കൊണ്ട് അതല്ലേ പോയ എന്തായിരിക്കും അവസ്ഥ? ആ കുട്ടിക്ക് കുഞ്ഞുടുപ്പുകളോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ലാക്ടോജിൻ ഫസ്റ്റോ അങ്ങനെയൊക്കെ കൊണ്ടുപോകാണ് പതിവ്. അപ്പം അതെ അതെ വെറും കൈയോടെ പോകരുതെന്നർത്ഥം. അതായത് അവിടെ ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് കുട്ടിക്ക് എന്തെങ്കിലും വാങ്ങണ്ടേ, ഓ പിന്നെ ആകും കുഴപ്പമില്ലെന്നേ പിശുക്കുകളും പിശുക്കന്മാരും ആകരുത്. നമുക്ക് എന്തെങ്കിലും കാഴ്ച കൊടുക്കണം എന്നാണ് പറയാറ്. എന്ന് കരുതി എനിക്ക് കൊണ്ടുവരണം ഞാൻ പറയില്ല കേട്ടോ, അങ്ങനെ പറയില്ല. പറയാം അത് ഞങ്ങള് കൊണ്ടുവരും സാറേ വരുമ്പോ. തമാശയായിട്ട് മാത്രം സ്വീകരിക്കുക. അപ്പം ഗുരു എന്നുള്ള മുദ്രയാണത്. അടുത്തത് ഇതെന്താണ്? അല്ല, സൗന്ദര്യം. സൗന്ദര്യം. ആ. അതെ അതെ. ഇതെന്താണ് പറഞ്ഞു? തുടങ്ങുക. ഗുണം. ഗുണം. അത് നമ്മൾ മറക്കാൻ സാധ്യതയുള്ള മുദ്രയാണ്. ഇങ്ങനെ കാണിച്ചാൽ തുടങ്ങുക. അപ്പൊ ശരിക്കും ഇന്നത്തെ 5ാമത്തേത് ഇതാണ്. 5 എന്നുള്ള മുദ്ര ഇങ്ങനെയാണ്. ഇത് 5 കേട്ടോ. 5ാമത്തെ ക്ലാസ് അല്ലേ? 5, 6 ആണല്ലേ? അപ്പൊ 6ാമത് ഇതൊക്കെ പിന്നെ പറയാം. എഞ്ചുവടി പഠിപ്പിക്കുന്ന ദിവസമുണ്ട്. 6ാമത് ക്ലാസ് ഇവിടെ ഇപ്പോൾ തുടങ്ങുന്നു. തുടങ്ങുക എന്നുള്ള മുദ്രയാണ്. ഇത്രയും മുദ്രകളാണ് നാം കഴിഞ്ഞ ദിവസം കാണിച്ചത്. ഇനി അടുത്ത മുദ്ര 5ാമത്തെ മുദ്ര, അടിസ്ഥാന മുദ്രയിലെ 5ാമത് മുദ്ര കർത്തരീമുഖം. ഇതുകൊണ്ട് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടൊരു വിഷയം കാണിക്കാം. ഏത് പാതിരാത്രിയിൽ വെച്ച് ചോദിച്ചാലും നമുക്ക് ഈ വിഷയത്തോട് വെറുപ്പുണ്ടാകില്ല. ചിരി കേട്ടാ അറിയണം എങ്ങനെ മനസ്സിലായി കൃത്യമായിട്ട്. പാതിരാത്രിയിൽ ഉറക്കമായത് കൊണ്ടാണ് ഒരു നേരം ആഹാരം കുറഞ്ഞത്. ഇല്ലെങ്കിൽ നമ്മൾ 4 നേരം കഴിക്കായിരുന്നു. നമ്മളങ്ങനെയാണ്. പണ്ടൊക്കെ ജീവിക്കാൻ വേണ്ടി കഴിക്കുന്നുവെങ്കിൽ ഇന്ന് കഴിക്കാൻ പണ്ടൊക്കെ ഒരു വീടുകളിൽ മുറികൾ കുറവായിരുന്നു, അംഗങ്ങൾ കൂടുതലായിരുന്നു. ഇന്ന് റൂമുകൾ കൂടുതലും കുറവും. പണ്ടൊക്കെ ബാത്റൂം പുറത്തും കിച്ചൺ അകത്തുമാണെങ്കിൽ ഇന്ന് ബാത്റൂം അകത്തും കിച്ചൺ പുറത്തെവിടെയെങ്കിലും ഹോട്ടലിലുമായി മാറി. പണ്ട് മറയ്ക്കാൻ സമരം നടത്തിയെങ്കിൽ ഇന്നത് കാണിക്കാൻ വേണ്ടി സമരം നടത്തുന്ന അവസ്ഥയിലേക്ക് മാറി. സ്കൂളുകളിൽ പണ്ട് ഗുരുക്കന്മാരെ കുട്ടികൾക്ക് പേടിയായിരുന്നെങ്കിൽ ഇന്ന് കുട്ടികളെ എല്ലാം തല തിരിഞ്ഞു, തകിടം മറിഞ്ഞു. എല്ലാം തിരിച്ചു വരികയാണ്. അതെ അതെ. അപ്പോ വിശപ്പ്. ഇനി ഇതെന്താണ്? എന്തായിരിക്കും പറയാൻ പറ്റുന്നത്? അത് ധരിക്കുന്നത് ആരാണ്? മുദ്രാക്ഷരത്തിൽ നമ്മൾ ഈ പൂണൂൽ എന്നുള്ള മുദ്ര കാണിച്ചു. അങ്ങനെയാണെങ്കിൽ ഇത് ബ്രാഹ്മണൻ. ഇതെന്താണ്? അപ്പൊ ഇപ്പോ ഒരാൾക്കൂടെ ഈ വേറെ പറയാം. ഇതെന്താണ്? അങ്ങനെയാണെങ്കിൽ ഇതെന്താണ്? അങ്ങനെയാണെങ്കിൽ ഇതെന്താണ്? ഈ മുദ്രയാണ് തുടങ്ങുന്നത്. ഇതെന്താണ്? ഇതെന്താണ്? അങ്ങനെയാണെങ്കിൽ ഈ മുദ്രയോടൊപ്പം ഇതോട് ചേർത്ത എന്തായിരിക്കാം? സ്ത്രീ, അമ്മയും കുഞ്ഞും. ബാലിക. ഇത് ബാലിക, സ്ത്രീലിംഗം ബാലിക. ഇനി ഇതെന്താണ്? താങ്കൾ. നമ്മളെല്ലാരെയും ഒരേപോലെ സംബോധനയില്ല. ആളിന്റെ നിലവാരം അനുസരിച്ച് സംബോധനയ്ക്ക് മാറ്റം വരുത്തി. ഏറ്റവും ബഹുമാനമുള്ള ആളാണ് നമ്മൾ എന്ത് പറയും? ദൈവമേ,
അങ്ങ് തിരുമനസ് ആ, അല്ലേ? അതിങ്ങനെയാണ് ഇത് അങ്ങ്. ഇപ്പൊ കൃഷ്ണനോട് അർജുനൻ പറയാണ് കൃഷ്ണ എന്ന് പറയുമ്പോ കൃഷ്ണ എന്ന് വിളിക്കില്ല, കൃഷ്ണ എന്തോ ഏറ്റവും ബഹുമാനം അങ്ങ് എന്നാണ്. ഇനി കുറച്ച് മുതിർന്ന ആളെയാണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? താങ്കൾ താങ്കൾ. അവിടെ ഇങ്ങനെയാണ് പേര്, താങ്കൾ. റെസ്പെക്ട്. അല്പം ഇനി തുല്യനായ ആളെയാണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? താൻ. താൻ. ഇനി ദേഷ്യത്തോടു കൂടിയാണെങ്കിൽ എങ്ങനെ വിളിക്കും? നീ. നീ. ഞാൻ എന്ന് സാധാരണഗതി ഞാൻ ഇങ്ങനെ. ഇനി കുറച്ച് അഹങ്കാരത്തോടു കൂടിയാണെങ്കിൽ ഞാൻ കാണിക്കും. ഒന്നുകൂടി അഹങ്കാരത്തോടു കൂടിയാണെങ്കിൽ ഞാൻ. ഏറ്റവും അഹങ്കാരത്തോടു കൂടിയാണെങ്കിൽ ഇതെങ്ങനെ കാണിക്കും? ഈ സീരിയലിലെ കണ്ടില്ല, രാവണനും ദുര്യോധനൊക്കെ ഞാൻ ഇങ്ങനെ കയ്യെ കാണിക്കുന്നു. ആ മുദ്ര തന്നെയാണ് ഞാൻ എന്നുള്ളത്. ഇത് സംബോധന പറഞ്ഞപ്പോ ഇത് കാണിച്ചതേ ഉള്ളൂ. ഇത് നമ്മൾ ഈ മുദ്രയിൽ പെടുന്നതല്ല. അപ്പോ നീ എന്നോ അല്ലെങ്കിൽ താൻ എന്നുള്ള മുദ്രയാണ്. ഇനി ഇതെന്താണ്? ഇത് ചേർത്തൊരു പഴഞ്ചൊല്ല് പറയട്ടെ, കാണിച്ചതെന്ന് സംശയമുണ്ട്. മനസ്സിന്റെ കണ്ണാടി. ഇതെന്താണ്? വീട്. വീട്. കൃഷ്ണന്റെ കൊട്ടാരമൊക്കെ ആണെങ്കിൽ ഏഴുന്നില്ല. ഗോപുരം. 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 പണ്ടേ ഈ 8 കെട്ടും 4 കെട്ടൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഓരോ കാലുകൾ കാണാൻ ഇങ്ങനെ ഉണ്ടാവും. അതാണ് ക്രീഡം. മാളിക. അതെ അതെ അതെ. ഇങ്ങനെ കാണിച്ചാൽ രൂപം എന്നാണ്. ഈ നമ്മൾ നിത്യ ജീവിതത്തിൽ കാണിക്കുന്നതാണ്. നമ്മൾ എവിടെയെങ്കിലും പോകാൻ തയ്യാറായിട്ട് ഇറങ്ങിയിട്ടേ അവരോട് പറയേ എങ്ങനെയുണ്ട് എന്റെ രൂപം, കൊള്ളാമോ? ഇങ്ങനെ നമ്മൾ കാണിക്കില്ല. കാണിക്കൂ? ഇല്ല. സാമ്യമുള്ള മുദ്ര കാണിക്കാറുണ്ട്. എങ്ങനെയുണ്ട് എന്റെ രൂപമൊക്കെ? രൂപം. രൂപം. ഇങ്ങനെ കാണിച്ചാൽ സൗന്ദര്യം. കുടത്തിനടുത്തെത്തി. ചെപ്പ്. ഇനി കാണിച്ചാൽ എന്നാണ്. തീരം, കര, തീരം. പോലെയാണ്. ഇനി കുറച്ച് കട്ടിയുള്ള മുദ്രകളാണ്, ഒരു 5-6. ഇത്രയും ലൈറ്റ് ആയിരുന്നല്ലോ. കുറച്ച് കട്ടി, അല്ലെങ്കിൽ തോന്നുന്നു കഥകൾ ലൈറ്റ് ആയിരുന്നോ ആണല്ലോ. അപ്പൊ ഇനിയുള്ളത് ഇങ്ങനെ കാണിച്ചാൽ പാപം എന്നർത്ഥം. പാപം. ഇങ്ങനെ ഉരസിക്കൊണ്ട് ഇങ്ങനെ റൗണ്ടിൽ കാണിച്ചാൽ പാപം. ഇങ്ങനെ കാണിച്ചാൽ മനുഷ്യൻ. അപ്പൊ ഇത് ഒന്നിൽ കൂടുതൽ കാണിച്ചാൽ ആരാവുന്നത്? ആൾക്കൂട്ടം. മനുഷ്യർ. ജനങ്ങൾ. ഇങ്ങനെ കാണിച്ചാൽ ജനം. ഇനി ചേർത്ത് കാണിച്ചാൽ വസ്ത്രം. കാണിച്ചാൽ ജനം, ചേർത്ത് കാണിച്ചാൽ വസ്ത്രം. ഇനി ഇതിങ്ങനെ കാണിച്ചാൽ പരിശുദ്ധി എന്നാണ്. ഒരു 4-5 മുദ്ര കട്ടിയാ, അത് ഓർത്തിരിക്കാനും പാടാണ്. പരിശുദ്ധം. വംശം. ഒന്നുകൂടെ കാണിക്കാം. പാപം എന്നുള്ള മുദ്രയാണിത്. മനുഷ്യൻ. ചേർത്ത് കാണിച്ചാൽ വംശം. ഇങ്ങനെ കാണിച്ചാൽ സമയം. ഈ മുദ്ര സമയം, സമീപം എന്നുള്ള മുദ്രക്ക് ഒറ്റ മുദ്രയേ ഉള്ളൂ. സമയം, സമീപം. ഈ മുദ്രയ്ക്ക് ഒരു വാക്ക് പറയാറുണ്ട്, സമാന മുദ്ര എന്ന് പറയാറുണ്ട്. അതായത് ഒരു മുദ്ര കൊണ്ട് തന്നെ വ്യത്യസ്തമായ അർത്ഥങ്ങളെ ഉണ്ടാക്കുക എന്ന് പറയും.
സമാന മുദ്രകൾ എന്ന കഥകളി ഭാഷയിൽ പറയാറുണ്ട്. അത് അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ സമയം അല്ലെങ്കിൽ സമീപം. ഒരുപക്ഷെ സമയം അധികം കഴിഞ്ഞു പോയെങ്കിലേ സ്നേഹ എന്നെ നോക്കിട്ടെ ഇങ്ങനെ കാണിച്ചാൽ മതി കേട്ടോ. സമയം കാണിച്ചാൽ അപ്പൊ ഞാൻ വാച്ചാക്കി നോക്കും. ആരും അറിയില്ല, മൂന്നാമതൊരാൾ അറിയില്ല. അല്ലെങ്കിൽ അതായത് സമയം കുറെ ആയിട്ടോ നിർത്തൂട്ടോ എന്ന് പറയുന്നതിനേക്കാളും ഭേദം ഇങ്ങനെ കാണിച്ചാൽ വളരെ ഡീസന്റ് ആയിട്ടൊരു കാര്യം അല്ല, അതാകുമ്പോൾ അറിയാം എല്ലാവർക്കും മനസ്സിലാവും, പെട്ടെന്ന് കൂടും. ഇത് സമയം എന്ന് പറയുമ്പോൾ കുറച്ച് ക്ലാസ് കഴിയുമ്പോൾ ഇതൊക്കെ മറന്നുപോകും, സമയമൊക്കെ മറന്നുപോകും. ഇത് കഥകളിയില് മറ്റൊരു വേഷക്കാരും കൂടി ചെയ്യണ ഒരു മുദ്രയല്ലേ? അതെ അതെ, ഞങ്ങൾ നേരം വെളുത്തു സമയം അധികമായെങ്കിൽ ഒരു രഹസ്യധാരണയിൽ സമയം എത്രയായി അവിടുന്ന് സമയം വരും. ആരും അറിയില്ല കേട്ടോ, മൂന്നാമതൊരാൾ അറിയില്ല. കഥാപാത്രത്തെ മാറാതെ തന്നെ നയത്തിൽ ചോദിക്കും. അപ്പൊ ചിലർ പറയാം ഞങ്ങളൊക്കെ മുദ്ര പഠിച്ചു. അതെ അതെ അതെ, സൂക്ഷിക്കണം. സീനിയേഴ്സ് ഹൈവിലുള്ളവർ വന്നാൽ ആ മുദ്ര കാണിക്കരുത്. അപ്പൊ ചിലർ പറയും സമയം നേരം വെളുത്തു അധികമായി എന്ന് പറഞ്ഞത് ഇങ്ങനെ കാണിച്ചാൽ മതി. അതിനർത്ഥം എന്താ? സമയം ആർക്കും ഇപ്പൊ സമയമില്ല, അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. എല്ലാവർക്കും ധൃതിയാണ് പോവാൻ. ഇതോ പറഞ്ഞല്ലോ, വിളിക്കുന്നു. ഇങ്ങനെ കാണിച്ചാല താമസം. താമസം ഇതും കാണിക്കാൻ വേണം. താമസിച്ചത് ഞങ്ങള് പരസ്പരം കാണുമ്പോ താമസം ദൂരം നിന്നായിരിക്കും ചിലപ്പോ. അപ്പൊ എന്ത് പറ്റി താമസിച്ചത് എന്ന് ഉറക്കെ വിളിച്ച് ചോദിക്കില്ല, അവിടെ ഇങ്ങനെ കാണിക്കും. താമസിച്ചത് എന്ത് പറ്റി? വൈകുക എന്നുള്ളതാണ് നമ്മുടെ സാധാരണ താമസമല്ല, വൈകുക എന്നുള്ളത്. ഇനി ഇത് ഇങ്ങനെ കാണിച്ചാൽ പ്രയാസം. നമ്മൾ എവിടെയെങ്കിലും ഓടിത്തറന്ന അയ്യോ പ്രയാസം. ഇതോ പഠിക്കുക, വായിക്കുക, ഇനി ഒരെണ്ണങ്ങളുണ്ട്. ഇങ്ങനെ കാണിച്ചാൽ രാവണൻ എന്നാ മുദ്ര. രാവണൻ, അതായത് മുഖം എന്നുള്ള 10 മുഖമുള്ളത് രാവണൻ. ഇത് രാജാവ് എന്നുള്ള മുദ്രയാണ്. ഈ രാജാവ് എന്നുള്ള മുദ്ര ഇങ്ങനെയാണ്. അതിന്റെ ആ ഒരു മുദ്ര ഇങ്ങോട്ട് എടുത്തു, 10 മുഖത്തിന്റെ ഒരു മുദ്ര എടുത്തു. അപ്പൊ ഇങ്ങനെ കാണിച്ചാൽ ഓർത്തിരിക്കാൻ സാധ്യതയില്ലാത്ത മുദ്രകളാണ്. ഒരു 8 മുദ്ര നമുക്ക് കട്ടി തന്നെയാണ്. അപ്പൊ ആ കട്ടിയുള്ളത് മാത്രം ഒന്ന് കാണിക്കാം. പാപം, നീക്കുക, മനുഷ്യൻ, കുലം, പവിത്രം, സമയം, സമീപം, പ്രയാസം, വായിക്കുക, രാവണൻ, സംശയമില്ല. അത്രയും ഒന്നുകൂടെ കാണിക്കട്ടെ ആദ്യം മുതൽ. ഇടയ്ക്ക് ഓരോരുത്തർ അബദ്ധം പറയുന്നതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. ഭാവിക്കില്ല, ആരും അറിയില്ല. അതുകൊണ്ട് എന്തും പറയാം, ധൈര്യമായിട്ട് പറയാം. അല്ലെങ്കിൽ ഇനി അബദ്ധം പറഞ്ഞാൽ വല്ലതും പ്രശ്നം ഒന്നുമില്ല. നമുക്കിതൊന്നും എല്ലാം അറിഞ്ഞിട്ടല്ലല്ലോ വരുന്നത്. അതുകൊണ്ട് ധൈര്യമായി ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം, ആരും അറിയാതെ. റെഡി? വിശപ്പ്, ഗർഭിണി, രണ്ടും കേൾക്കുക, ശ്രദ്ധിക്കുക, കുട്ടി, അവിടുത്തെ നിങ്ങൾ അങ്ങേ അല്ല, തങ്ങൾ, മാളിക, ഭവനം,
മുഖം അപ്പൊ മുഖം. അനുഗ്രഹിക്കുക എന്നവിടെ ഇല്ലേ? അനുഗ്രഹിക്കുക. രൂപം രൂപം തീരം കാണുക തീരം 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 ചെപ്പ് കുടം. ചെപ്പ് ചെപ്പ്. ചെപ്പ് എഴുതുക. പരിശുദ്ധി 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 പാപം. പാപം 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 ജനം മനുഷ്യൻ. മനുഷ്യൻ മനുഷ്യൻ. ജനങ്ങൾ ജനം ആൾക്കൂട്ടം. വസ്ത്രം വസ്ത്രം വസ്ത്രം. കുലം കുലം പരിശുദ്ധി സമയം അല്ല പരിശുദ്ധി. പരിശുദ്ധി പരിശുദ്ധി വൈകുക സമയം താമസം താമസം. സമീപം സമീപം സമയം സമീപം സമയം 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 സമീപം സമയം പ്രയാസം പേപ്പർ വായന വായിക്കുക രാവണൻ രാവണൻ ഇത്രയും മുദ്രകളാണ്. അല്ല, ഈ ബാലൻ എന്നുള്ള കാണിച്ച പോലെ അപ്പൊ അനുഗ്രഹിക്കുക എങ്ങനെ കാണിക്കും? അല്ല മറ്റേ അത് വെറുതെ, മറ്റത് കയ്യൊന്ന് മടക്കണം. അതെ, ഇത്രയാണ്. ബാലൻ അനുഗ്രഹിക്കുക. അത് ബാലൻ എന്നുള്ളത് എങ്ങനെയാണ്? കർത്തരി മുഖത്ത് തന്നെയാണ്. ഇങ്ങനെയാണ് സംസ്ഥാന മുദ്രയാണ്. ഇനി ചെയ്യാൻ പോകുന്നത് നൂതനാമോക്ഷം എന്ന കഥ കേട്ടിട്ടുണ്ടോ? ഒരു ഭാഗം ഒന്ന് മുദ്രയിൽ ഒന്ന് കാണിച്ചു നോക്കാം. നൂതനാമോക്ഷം കഥ പറയുമ്പോൾ നമ്മളോട് ചോദിച്ചാൽ എന്തിനാണ് ഈ പൂതനയ്ക്ക് മോക്ഷം കൊടുത്തതെന്ന് ചോദിക്കാം അല്ലേ? പൈശാചികമായി കൊല്ലാൻ വന്ന ഒരുവളാണ് പൂതന. ഏറ്റവും വലിയ കൊടും പാപമാണ് ചെയ്തത്. കാരണം കുഞ്ഞുങ്ങൾക്കുള്ള ഏറ്റവും വിശ്വസ്തമായ മുലപ്പാലിൽ വിഷം ചേർത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിനികൃഷ്ടമായ കൊലപാതകമാണ് കുഞ്ഞുങ്ങളെ ചെയ്യുന്നത്. അപ്പൊ പിന്നെ എന്തിനാണ് ഈ പൂതനയ്ക്ക് മോക്ഷം കൊടുത്തത് എന്ന് ചോദിച്ചാൽ നമ്മളെല്ലാം മലയാളത്തിലെ ആദ്യത്തെ അക്ഷരം പറയും. എന്തുകൊണ്ടാന്ന് പറയട്ടെ, ഒരു കഥ. കഴിഞ്ഞ ജന്മത്തെ ഒരു കഥയാണ്. അതായത് മഹാബലിയുടെ കഴിഞ്ഞ ജന്മത്തിൽ മഹാബലിയുടെ മകളായിരുന്നു രത്നമാല. ഒരു ദിവസം ഈ വാമനൻ ഈ മഹാബലിയുടെ കൊട്ടാരത്തിലെത്തി. വാമനനെ കണ്ടപ്പോ ഈ രത്നമാലയ്ക്ക് എന്ത് തോന്നുന്നു അറിയോ? ഹാൻസം കുട്ടാ, നീ എന്റെ മകനായി ജനിച്ചു. ഈ കുട്ടിക്ക് എനിക്കൊരു പാല് കൊടുക്കാൻ പറ്റിയെങ്കിൽ എന്നൊരു നിമിഷം ഒന്ന് ചിന്തിച്ചു പോയി. അപ്പോ അത് കൃഷ്ണൻ അറിഞ്ഞു. കൃഷ്ണൻ പറഞ്ഞു, വെയിറ്റ് ചെയ്യൂ പ്ലീസ്, വെയിറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞു. അടുത്ത ജന്മത്തിൽ ഈ രത്നമാല പൂതനായി ജനിച്ചു, കൃഷ്ണനായും ജനിച്ചു. എന്നിട്ട് അപ്പൊ എന്തുകൊണ്ട് മോക്ഷം കൊടുത്തു? അതൊക്കെ ഒക്കെ ശരി സംഭവിച്ചു. എന്തുകൊണ്ട് മോക്ഷം കൊടുത്തു എന്ന് ചോദിച്ചാൽ ഭഗവാന് മുലപ്പാൽ നൽകി എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് അമ്മയുടെ സ്ഥാനം. അതായത് ഏറ്റവും നികൃഷ്ടമായി കൊന്ന ഈ സ്ത്രീയെ എന്തിന് മോക്ഷം കൊടുത്തു എന്ന് പറഞ്ഞാൽ ഒരു നിമിഷമെങ്കിലും ഒരു അമ്മയാകാൻ ആഗ്രഹിച്ചു, ആ കുട്ടിക്ക് മുലപ്പാൽ നൽകാൻ ആഗ്രഹിച്ചു എന്നുള്ള ഒരൊറ്റ കൺസിഡറേഷൻ കൊണ്ടാണ് എന്ത് കൊടുത്തത്? മോക്ഷം കൊടുത്തത്. ഭഗവാനെ പൂർണ്ണമായി മനസ്സിൽ ആരാധിച്ചാൽ, വിശ്വസിച്ചാൽ അവന്റെ അവസ്ഥ. ഇതാണ് അതിന്റെ ഒരു മെസ്സേജ്. ഇതാണ് ഓരോ കഥയ്ക്കുമുണ്ട് ഓരോ മെസ്സേജുകൾ. പതിനാമത്തിന് ഇങ്ങനെയാണ്. ആരും ചോദിച്ചത് നമ്മൾ പറയാ അതൊന്നും എനിക്കറിയില്ല, അങ്ങനെ പാല് കൊടുത്തു മോക്ഷം കൊടുത്തു ചോദിച്ചാൽ പറഞ്ഞാൽ തന്നെ മനസ്സിന് പരിശുദ്ധി ഉള്ളവൾ എന്നല്ലേ സാറേ പറയണേ? അതെ, അതായത് വാക്കുണ്ട് പൂതം, അത് പൂതം എന്നാണ് വാക്കിനർത്ഥം. അപ്പൊ പരിശുദ്ധയായവൾ എന്ന് വേണേ പറയാം. അതായത് എന്നിട്ടോ
ഈ മരിച്ചിട്ടോ, പൂതന മരിച്ചു വീണു. പൂതനയെ ആ ശവം ദഹിപ്പിക്കുമ്പോൾ ചന്ദനത്തിന്റെ മണം. ആ ചന്ദനം അകിലെ എല്ലാം ചന്ദനത്തിന്റെയും അഖിലമായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് കൃഷ്ണന്റെ കരസ്പർശനമേറ്റത് കൊണ്ട്, ആ മോക്ഷം ലഭിച്ചത് കൊണ്ട് എന്ത് സംഭവിച്ചു? സാധാരണ വളരെ ദുർഗന്ധമാണ് വരുന്നത്, പക്ഷെ ഇവിടെ അത് സുഗന്ധമായിരുന്നു എന്ന് പറയും. അപ്പോ ഭഗവാനെ പൂർണ്ണമായി മനസ്സിൽ ആരാധിച്ചാൽ ഇതിന്റെ ഫലം ഇതിന്റെ എത്രയോ ഇരട്ടിയായിരിക്കും. വെറുതെ ഒരു അമ്മയാകാൻ ആഗ്രഹിച്ചു എന്നുള്ളതിന് മാത്രം ഇത്രയും കൊടുത്തു. ആയിരിക്കും അവസ്ഥ എന്നാണ് ആ കഥ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഈ പൂതന കംസന്റെ നിർദ്ദേശപ്രകാരം ആമ്പാടിയിലുള്ള എല്ലാ കുട്ടികളെയും വധിക്കാൻ കംസൻ ഓർഡർ ഇട്ടു. അപ്പൊ അതിന് പറ്റിയ ആൾ പൂതനയാണെന്ന് മനസ്സിലാക്കി പൂതനയെ നിയോഗിച്ചു. പൂതന വിചാരിച്ചു, എന്റെ ഈ രൂപത്തിൽ പോയാൽ ഈ പാളും എന്തു വേണം, സുന്ദരിയായി രൂപം ധരിക്കുക തന്നെ. സുന്ദരിയായി രൂപം ധരിച്ചു. എന്നിട്ട് ആമ്പാടി ചെന്നു. ആമ്പാടിയിലെ ഓരോ കാഴ്ചകളും ഇങ്ങനെ മനോഹരം. റിയലി സർപ്രൈസ് എന്ന് പറഞ്ഞു. വണ്ടർഫുൾ, എനിക്ക് പ്രവചനാതീതം എന്നൊക്കെ പറഞ്ഞു. അതായത് ഇതിന്റെ ഗുണം വർണ്ണിക്കാൻ 1000 നാവുള്ള പോലും സാധിക്കില്ല. ആ 1000 നാക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞാൽ പോലും തീരില്ല ഈ ആമ്പാടിയുടെ ഗുണം. എങ്ങനെയാണ് ആമ്പാടി ഗുണം വർണ്ണിപ്പാൻ അറിയോ? ഭണി, സർപ്പം, രാജൻ ആരാണ്? അനന്തൻ. ആമ്പാടിയുടെ ഗുണം വർണ്ണിക്കാൻ 1000 നാവുള്ള അനന്തനു പോലും സാധിക്കില്ല. എന്താണ് പിന്നെ പറയാണ്, 7 നില മാളികകൾ, അത് നോക്കൂ, തണുത്ത ജലമൊഴുകുന്ന പൂങ്കാവ്, അത് നോക്കൂ, രത്നങ്ങൾ പതിച്ച മതിലുകൾ, അതേ നോക്കൂ, സുന്ദരിമാർ നൃത്തം ചെയ്യുന്നു. എന്ത് രസമാണ്. അപ്പുറത്ത് നോക്കി, മയിലുകൾ നൃത്തം ചെയ്യുന്നു. ഒരിടത്ത് പശുക്കൾ ഇങ്ങനെ നിൽക്കുന്നു. മറ്റൊരിടത്ത് തൈര് കടയുന്നു. അതായത് വെണ്ണയുടെ ഗന്ധം പരക്കുന്നു. എനിക്ക് പറയാൻ വാക്കുകളില്ല. ഐ കാൻ ബിലീവ് ഇറ്റ് എന്ന് പറഞ്ഞിട്ട് നേരെ നന്ദഗോപരുടെ ഗൃഹത്തിനടുത്തെത്തി. കൃഷ്ണൻ വസിക്കുന്ന ആ ഗൃഹത്തിനടുത്തെത്തി. അവിടെ അനുവാദം, അവിടെ ഇസഡ് കാറ്റഗറി സെക്യൂരിറ്റിയാണ് അവിടെ. കാരണം എന്താ, VIP അല്ല, VVIP അവിടെ കിടക്കുകയാണ് ഇങ്ങനെ തൊട്ടില്. അപ്പൊ എന്ത് ചെയ്തു? ഓരോരുത്തർ ചോദിച്ചു, അല്ല ആരാ ഇവിടെ കണ്ടില്ലല്ലോ? ഞാനോ? ഞാൻ കുട്ടിയെ ഒന്ന് കാണാൻ വന്നതാ. അപ്പോ ഓക്കെ താങ്ക് യു സോ മച്ച്. എന്താ ഇവിടെ? ഞാനോ? ജസ്റ്റ് ഒന്ന് കുട്ടി ഒന്ന് കണ്ടോട്ടെ എന്ന് പറഞ്ഞു. കാണുന്ന പെട്ടെന്ന് പൊക്കണം. കാരണം VIP ആണ്ട് പ്രത്യേക ശ്രദ്ധയുണ്ട് എല്ലാവർക്കും. അപ്പൊ എന്ത് ചെയ്തു? അതൊക്കെ അകത്തേക്ക് കടന്നു. ആ ഡോർ മെല്ലെ അങ്ങോട്ട് തുറക്കുന്നതായിട്ട് അങ്ങോട്ട് കാണിക്കുന്നതോടുകൂടി എന്താ പറയാ, ഒരു നിമിഷം അത്ഭുതം, വാത്സല്യം. അത് അത്ഭുതം മാറിയാണ്ട് വാത്സല്യം മാറി അങ്ങോട്ട് ഭക്തി മാറി സ്നേഹമായി. ഇതെല്ലാം കൂടെ അങ്ങോട്ട് കൂടിക്കറന്ന് എന്ത് ചെയ്തു? കൊല്ലാൻ വന്നയാൾ ഭഗവാനെ നമസ്കാരം, ഭക്തി കൊണ്ട് അങ്ങോട്ട് കൈകൂപ്പി. അതുകൊണ്ടാണോ സാറേ നാരായണീയത്തിൽ ഇങ്ങനെ പറയണ ലളിതഭാവ വിലാസ സുഹൃദാത്മഫിർന്നാ പറയണത് നാരായണീയത്തില് പൂതന വരുമ്പോ? അതെ. കാരണം ഇത് കണ്ടാൽ എങ്ങനെ തോന്നാതിരിക്കും? വന്ന ഭക്തി ഇതൊക്കെ മറന്നു എല്ലാം. എന്ത് ചെയ്തറിയോ? എല്ലാം അങ്ങോട്ട് തൊട്ടിൽ പിടിച്ചു. ഇതൊന്നും അറിയുന്നില്ല. ആ ഭഗവാൻ മുഖത്ത് നോക്കി ഇങ്ങനെ മെല്ലെ അങ്ങോട്ട് തൊട്ടിലാട്ടി. ഇതൊന്നും അറിയാതെ യാന്ത്രികമായിട്ടാണ് എന്ത് ചെയ്തു? മെല്ലെ ഈ തൊട്ടിൽ പിടിക്കുമ്പോഴൊക്കെ ഒരു വാത്സല്യത്തിലൂടെ പിടിക്കുന്നു. അല്ലാതെ നമ്മളെ പോലെ അങ്ങോട്ട് പിടിച്ച് ഇടയ്ക്കിടയ്ക്ക് പറയും, ഒന്ന് പണ്ടാരമേ ഒന്ന് ഉറങ്ങും, എനിക്ക് ജോലിയുണ്ട്, ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. അമ്മമാരങ്ങനെയാണ്, ഉറങ്ങുകയല്ലേ കുന്തം എന്നൊക്കെ പറഞ്ഞു. ഇതെല്ലാം അറിയണ്ടാവും. 100 കൂട്ടം പണിയുണ്ടാവും, അല്ലെ അടുപ്പിൽ എന്തെങ്കിലും വെച്ചിട്ടായിരിക്കും വന്നത്. അപ്പൊ ഇതങ്ങനെയല്ല, മെല്ലെ അങ്ങോട്ട് പിടിച്ച ആ പിടുത്തത്തിൽ കൂടി ഒരു വാത്സല്യം, എന്നിട്ട് അങ്ങോട്ട് മെല്ലെ ആട്ടുകയാണ്. എന്നിട്ട് എന്ത് ചെയ്തു? മെല്ലെ അങ്ങോട്ട് വിടും. ആ വിടുന്നത് പോലും ഒരു വാത്സല്യത്തോടെ അല്ല, ഒറ്റ വിടലില്ല. മതിൽ ചെന്നിരിക്കും. നോക്കി ഇങ്ങനെ കണ്ണോണ്ട് ഇങ്ങനെ ആടുന്നത് ഇങ്ങനെ മെല്ലെ വീണ്ടും പറഞ്ഞുകൊണ്ട് പിടിച്ചു. അല്ലാതെ വാത്സല്യമില്ല പിടിച്ചു ഇങ്ങനല്ല. ഇവിടുത്തെ പല സ്ത്രീകളും ഇവിടെ വരുന്ന ക്ലാസ്സിന് വരുന്നവരുണ്ട്.
അതൊക്കെ ഞാൻ പറയും ഒരു സ്ത്രീത്വം കാണിക്കൂ, വരില്ല സാറേ, വരുന്നില്ല സ്ത്രീത്വം. ഞാൻ പറഞ്ഞു സ്ത്രീകൾക്കെല്ലാം പുരുഷത്വം, പുരുഷന്മാർക്കെല്ലാം സ്ത്രീത്വം ആയിരുന്നു. അങ്ങനത്തെ അവസ്ഥയാണ്. ബലം പിടിക്കുന്നതാണ്. ഞാൻ പറയും ഇങ്ങനെയൊക്കെ ആട്ടിയ കുട്ടി കൊച്ചു കുട്ടിയാണ്, ചാടി എഴുന്നേൽക്കും. കരയും. കാരണം അത്രയ്ക്ക് ഭീകരമായിട്ടാണ് ആട്ടുന്നത്. ഞാൻ പറയും വളരെ ലാളിത്യതയോടുകൂടി ഒരു സ്ത്രീയാണ് ആട്ടുന്നത്. പ്രത്യേകിച്ച് ആ കിടക്കുന്ന കുട്ടിയുടെ പവർ അറിയണമെങ്കിൽ നമ്മുടെ മുഖത്തോട് നമ്മുടെ പ്രവൃത്തിയിലൂടെ വേണം ഓഡിയൻസ് അറിയാൻ. ആ കിടക്കുന്ന ആളെ പിടിച്ചാൽ നോക്കിയാണ്ട് നിന്നു. എന്നിട്ട് സാധാരണ നമ്മൾ ജീവിതത്തിലാണെങ്കിൽ നമ്മൾ എന്ത് പറയുന്ന അറിയാം, മോനെ കുട്ട എന്നൊക്കെ വിളിക്കും. നമ്മൾ വായി വരുന്ന വാക്കൊക്കെ പറയും. അങ്ങനെയാണ്. അപ്പൊ അതിന് പോയിട്ട് പറയും പാടാ പാടാ ഓ. പിന്നെ അതിന്റെ ഒരു കഥകളി വേർഷൻ ആണ് കാണിക്കാൻ പോകുന്നത്. അതായത് മോനെ അടുത്തൊരു മോനെ എന്ന് പറയുന്നതിന് പകരം കഥകളിയിൽ ഇങ്ങനെയാണ് പദം ഇങ്ങനെയാണ് പാടുന്നത്. വരിക അരികിൽ സുകുമാര സുന്ദര നന്ദകുമാര നന്ദഗോപരുടെ മകനെ, വരിക അരികിൽ, നീ എന്റെ അരികിലേക്ക് വരൂ. നീ മോദാൽ, സന്തോഷത്തോട് മോദത്തോടു കൂടി. അതൊന്ന് മുദ്ര കാണിക്കാം. ഇതിങ്ങനെ കാണിച്ചാൽ അല്ല, ഇത് കാണിക്കും. ഇന്ന് കാണിച്ചില്ലേ? ഏതാ സൗന്ദര്യം കാണിച്ചില്ലേ? സുകുമാര എന്ന് കാണിച്ച മുദ്രയാണ് സംഭവം. നന്ദകുമാര, നന്ദഗോപർ എന്നുള്ള ആ പേര് ഇങ്ങനെ കാണിക്കുന്നു. നന്ദഗോപർ മുദ്രയില്ല. അപ്പൊ ആ നന്ദഗോപർ എന്നുള്ള പേര് കാണിച്ചിട്ട് മകനെ, പുത്രൻ എന്നുള്ള മുദ്രയാണ്. അത് നമ്മൾ കാണിച്ചില്ല, ഈ മുദ്രയിലാണ്. ഇങ്ങനെ കാണിച്ചാൽ അച്ഛനാണെങ്കിൽ, ഇങ്ങനെ കാണിച്ചാൽ പുത്രൻ, ആ കുട്ടി എന്നുള്ളതിന്റെ ആ ഒരു മുദ്രയാണ് ഉണ്ടാവും. നന്ദഗോപരുടെ മകനെ കുമാര, കണ്ണുണ്ട്. വരിക, രണ്ടു പ്രാവശ്യം കാണിക്കും. എന്നിട്ട് വരില്ല ഓ പിന്നെ ഞാൻ മിണ്ടില്ല എന്ന് പറയുന്നത് എന്ന് പറഞ്ഞതുപോലെ. എന്നിട്ട് വരിക, ആലും നമ്മളൊന്ന് കാണിച്ച മുദ്രയാണ്. വരിക, ഇതെന്താണ്? ഇന്ന് കാണിച്ച മുദ്രയാണ്. അരികിൽ, അടുത്ത്, വരിക, സമയം, സമീപം എന്ന് പറഞ്ഞില്ലേ, ഓർമ്മയുണ്ടോ? അരികിൽ നീ, ആ മനസ്സിന്റെ ഇളക്കം എന്താണ്? മോദാൽ, സന്തോഷത്തോട് കൂടി. ആ കൂടുന്ന പോലെ തന്നെ ഒരു മുദ്ര ഉണ്ടോ? കൂടി. അപ്പൊ അടുത്തത് പിന്നെ പറയുന്നത് വെച്ചാൽ കൊണ്ടൽ നിര കൊതികോലും കോമളമാം തവമേനി. കൊണ്ടൽ നിര, കൊണ്ടൽ എന്ന് വെച്ചാൽ കാർമേഘ നിര കൂട്ടം. കാർമേഘ കൂട്ടം പോലും അതിനു പോലും കൊതി തോന്നിക്കുന്ന കോമളമായ തവമേനി, മനോഹരമായ നിന്റെ ഈ ശരീരം കണ്ടിടുന്ന ജനങ്ങളുടെ കണ്ണുകളല്ലോ സഫലം. ഇത് കാണുന്ന ജനങ്ങളുടെ കണ്ണുകൾക്ക് ജന്മസാഫല്യമാണ് കൃഷ്ണ. അതായത് കാർമേഘക്കൂട്ടം പോലും കൊതിക്കുന്ന നിന്റെ ഈ ശരീരം കാണുന്ന ജനങ്ങളുടെ കണ്ണുകൾക്ക് ജന്മസാഫല്യമാണ്. എന്നിട്ട് പറഞ്ഞു, കണ്ണുനീർ കൊണ്ടു വദനം കലുഷമാവാൻ എന്തേ മൂലം. നീ കരയാണ് കൂട്ടാ, കലുഷമാവാൻ, നിന്റെ മുഖം വാടിയല്ലോ, എന്തേ മൂലം, എന്ത് പറ്റി നിനക്ക് കണ്ണാ? എന്നിട്ട് പറയുന്നു, തൂർണം ഹിമജലം കൊണ്ടു പൂർണ്ണമാം അംബുജം പോലെ. തൂർണം വെച്ചാൽ പെട്ടെന്നർത്ഥം. പെട്ടെന്ന് എനിക്ക് തോന്നുന്നത് താമരയിൽ മഞ്ഞു തുള്ളികൾ ഇരുന്നാൽ എങ്ങനെയാണ് എന്നതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. നിന്റെ
മുഖം എനിക്ക് താമരയായിട്ടും മഞ്ഞുതുള്ളികൾ നിന്റെ കണ്ണുനീരായും എനിക്ക് തോന്നുന്നു. ഉപമ ഓർമ്മയുണ്ടോ? ഒന്നിനോടൊന്ന് സാദൃശ്യം ചെന്നാൽ അത് ഉപമയാം. ഓ, ഇതൊക്കെ അന്ധകാലം പഠിച്ചതാണ്, ഇതൊക്കെ ഓർമ്മയില്ല. പിന്നെ പറയാണ്, പൈതലേ നിനക്കു പാരം പൈതാഹമുണ്ടെന്നാകിലോ. അല്ലെങ്കിൽ കുട്ടി, നിനക്ക് പാരം അധികമായി പൈതാഹമുണ്ടെങ്കിലോ, വിശപ്പും ദാഹവും ഉണ്ടെങ്കിലോ. പൈ എന്ന് പറഞ്ഞ വിശപ്പ് എന്നർത്ഥം. പ്രീതിയോടൻ മുലകളെ താതാ പാനം ചെയ്താലും സന്തോഷത്തോടുകൂടി എന്റെ സ്തനങ്ങളെ നീ കുടിച്ചാലും എന്നാണ്. ഇത്രയും പറഞ്ഞിട്ടാണ് പാലു. പിന്നെ അതിന്റെ കാര്യങ്ങളൊക്കെ വിശദമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടരും എന്ന് പറയും. അപ്പോൾ ആകാംക്ഷ ഉണ്ടാവുമല്ലോ, പൂതന എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് അടുത്ത ആഴ്ചയിൽ പറയുന്നതായിരിക്കും. അടുത്തത് പഴഞ്ചൊല്ല്. ഇത് മുദ്ര ഓർമ്മയുണ്ടോ? കടകമുദ്രയെ കാണിച്ചാണ്. എനിക്കറിയാം, ഇന്ന് എല്ലാവരും ചുണയായിട്ടൊക്കെ പറയും ഇന്ന് കാണിച്ച മുദ്ര. അടുത്ത വേറെ ദിവസം ചോദിച്ചാൽ ആവോ എനിക്കറിയില്ല, എവിടെയോ കണ്ട് നല്ല പരിചയമുണ്ടെന്ന് പറയും. അമ്മ, കുന്തി, സീത, ഓർമ്മയുണ്ടോ? അമ്മ, കുന്തി, സീത. അങ്ങനെയാണെങ്കിൽ പഴഞ്ചൊല്ലി കാണിക്കാൻ പോവാണ്. ഇതായോ? ഇവിടെ കാണിക്കാം. എന്താണ്? അമ്മയ്ക്ക് പ്രാണവേദന. അമ്മയ്ക്ക് പ്രസവ വേദന. മകൾക്ക് വീണവായന. വേറൊന്നുകൂടി കാണിക്കാം. കണ്ണുനീർ. കുഞ്ഞ് പാല് കൊടുക്കുക. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ. കരയുന്ന കുഞ്ഞിനെ പാല്. കുഞ്ഞിനെ പാലുള്ളൂ. ഇനി ഒരു സിനിമാ പാട്ട് മുദ്ര കാണിക്കട്ടെ. കണ്ണു തുറക്കാത്ത കരയാനറിയാത്ത ചിരിക്കാനറിയാത്ത കളിമണ്ണ് നിങ്ങളി ദേവദാസിയെ മറക്കൂ കണ്ണ് ഇല്ലാത്ത ദൈവങ്ങളെ അറിയാത്ത കളിമൺ മുദ്രയില്ല. കളിമൺ പ്രതിമ മറക്കൂ നിങ്ങളി ദേവന്ദ്രനാണ്. ഇത് ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. ദേവ ഇപ്പൊ വേണ്ട, സ്ത്രീ എന്നുള്ള മുദ്രയും ഇതോട് ചേർത്ത് അത് ഇനി മതി. ദേവദാസിയെ മറക്കൂ. ഇനി നമുക്ക് രാഗപരിചയത്തിലേക്ക് പോവാം. ഇന്നത്തെ രാഗം ആഭേരി എന്ന രാഗത്തിന്റെ പേര്. കഴിഞ്ഞ രാഗത്തിന്റെ ദേശി അല്ല, ആരോ ചോദിക്കുന്ന ഞാൻ കേട്ടു, ദേശി അല്ലേ? അപ്പൊ തിരുത്തി പറഞ്ഞു ദേശ് എന്ന് പറയുന്നുണ്ട്. ദേശ് എന്ന രാഗത്തിന്റെ പേര് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇന്നത്തെ രാഗം ആഭേരിയാണ്. കഥകളിയിൽ ഈ രാഗം നമ്മൾ മനസ്സിൽ ഓർക്കണമെങ്കിൽ ഏറ്റവും എളുപ്പം എന്നറിയാം.
నగు ఓ మోగనలే నీ నా జాలి తెలిసి నన్ను ഇതാണ് ഈ സിനിമാ ഗാനം അല്ലെങ്കിൽ കർണാട്ടിക് സോങ് ആണ് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്. കഥകളിയിലേക്ക് വരുമ്പോൾ നളചരിതം 2-ാം ദിവസം എന്ന കഥയിൽ കാട്ടാളൻ ദമയന്തിയോട് കാട്ടിൽ വെച്ച് പ്രണയാഭ്യർത്ഥന നടത്തുന്ന ഒരു ഭാഗമുണ്ട്. അങ്ങനെ ഞാൻ അങ്ങു പോവതെങ്ങിനെ, അങ്ങനെ ഞാൻ അങ്ങു പോവതെങ്ങിനെ, ഇങ്ങനേകം മനോരാജ്യം എങ്ങനെയെന്നെല്ലാം കേൾവി. ഇത് തന്നെ ഈ പദം കേട്ടിട്ടുണ്ടാവും, അങ്ങനെ എന്നുള്ളത് അല്ലേ? എല്ലാവരും കേട്ടിട്ടുണ്ടാവും. തിരുവാതിരക്കളിക്ക് പാടാറുണ്ട് ഈ പാട്ട്, ഓർമ്മയുണ്ടോ? തിരുവാതിരക്കളിക്ക് പൊട്ട തെറ്റ് പാടുന്നേക്കാം ചിലപ്പം. അതായത് അരുതേ ശിവ ശിവ സുചരിതേ എന്നുള്ള കഥകളി പദമുണ്ട്. അരുതേ ശിവ ശിവ സുചരിതേ എന്നുള്ളതിന് പാടുന്ന അറിയാം. അരുതേ ശിവാസു ചരിതേ അങ്ങനെ പാടുന്നേക്കാം. മന്മഥ നാശന മമ കർമ്മമേവമോ എന്നുള്ളതിന് പാടും മന്മഥ നാശേനാമാ കർമ്മമേവാമോ എന്നോട് ഒട്ട തെറ്റി പാടുന്നേക്കാം. അപ്പോ ഇതേ രാഗത്തിലാണ് കുചേലവൃത്തം കഥയിൽ കൃഷ്ണൻ കുചേലനോട് സാന്ദീപനി മുനിയുടെ ഗൃഹത്തിൽ പഠിച്ച കാര്യങ്ങളൊക്കെ ഒരു അയവിറക്കുന്ന ഒരു പദമുണ്ട്. സാന്ദീപനി മുനീതൻ സദനേ യുഗപദാവാം വേദാദി പാഠം ചെയ്ത അധുനാ വിസ്മൃതമായോ വേദ വിദാം വരന്റെ മതിരാക്ഷി നിയോഗത്താൽ യഥാർത്ഥി സമാർജിപ്പാൻ യാതൊരായതു ഇല്ലേ. സിനിമയിലേക്ക് വരുമ്പോ ഇന്ദ്രവല്ലരി പൂച്ചൂടി വരും സുന്ദര ഹേമന്ത രാത്രി, അതിലാണ്. അതോടൊപ്പം തന്നെ സ്വർഗായിക്കേ ഇതിലേ ഇതിലേ സ്വപ്നലോലുപേ ഇതിലേ ഇതിലേ. അതുപോലെ തന്നെ കാക്കത്തമ്പുരാട്ടി കറുത്ത മണവാട്ടി കൂടെ വീടേ കൂടെ വീടേ കൂട്ടിനിണയല്ലേ കൊഞ്ചും മൊഴികല്ലേ കൂടെ വരൂ കൂടെ വരൂ. വെള്ളാരം കുന്നിറങ്ങി വന്നാട്ടെ നിന്റെ മുലാങ്കുഴലനിക്കു തന്നാട്ടെ കാക്കത്തമ്പുരാട്ടി. അത് ഇതിലാണ്. അതുപോലെ തന്നെ പഴയൊരു പാട്ടുണ്ട്, കുയിലിന്റെ മണിനാദം കേട്ടു, അങ്ങനൊരു പാട്ട് ഉണ്ട്. പഴയൊരു പ്രേമാഭിഷേകം എന്ന സിനിമയിൽ കമൽഹാസന്റെ ഒരു ചിത്രമുണ്ട്, അതിലൊരു പാട്ടുണ്ട്, നീലവാന ചോലയിൽ നീന്തിടുന്ന ചന്ദ്രികേ ഞാൻ രചിച്ച കവിതകൾ നിന്റെ മിഴിയിൽ കണ്ടു ഞാൻ വരാതെ വന്ന ദേവി നിലവാന ചോലയിൽ
നീന്തിടുന്ന ചന്ദ്രികേ. അതുപോലെ ഇപ്പൊ പഴയൊരു എന്നെന്നും കണ്ണേട്ടന്റെ എന്ന സിനിമയിലൊരു ഗാനമുണ്ട്. ദേവദുന്ദുഭീ സാന്ദ്രലയം ദിവ്യ വിഭാഗ സോപാന രാഗലയം ധ്യാനമുണർത്തും മൃദുപല്ലവിയിൽ കാവ്യമരാള ഗമനലയം ദേവദുന്ദുഭീ സാന്ദ്രലയം. അതോടൊപ്പം തന്നെ 10 വെളുപ്പിനെ മുറ്റത്തു നിൽക്കണ കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്, എന്റെ കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്. കള്ളിപ്പൂങ്കുയിലെ കന്നിത്തെമൊഴി കാതിൽ മെല്ലെ ചൊല്ലുമോ, കാവതി കാക്കതൻ കൂട്ടിൽ മുട്ടയിട്ടന്നൊരു നാൾ കാനനം നീളനി പാറിപ്പറന്നൊരു കള്ളം പറഞ്ഞതെന്തേ. അതോടൊപ്പം തന്നെ ആവണി പൊന്നു ഞാൻ ആടിക്കാം നിന്നെ ഞാൻ ആയില്യം കാവിലെ വെണ്ണിലാവേ. പാതിരാ പുള്ളുണർന്നു പരൽമുള്ള കാടുണർന്നു പാൽമുളം കൂട്ടിലെ കാറ്റുണർന്നു. പഴയൊരു ഭക്തിഗാനമുണ്ട്. സ്വാമി സംഗീത ആലപിക്കും താപസഗായകൻ അല്ലോ ഞാൻ. ജപമാലയല്ലെന്റെ കൈകളിൽ മന്ത്ര ശ്രുതി വീട്ടും തമ്പുരുവല്ലോ. ഓ സ്വാമി അയ്യപ്പ സ്വാമി ശബരിമല സ്വാമി. മനുഷ്യനൊന്നാണെന്ന സത്യം എന്തേ മണികണ്ഠ സ്വാമി അരുൾ ചെയ്തു. ഈ വിശ്വമാകെ ഞാൻ പാടും ഭഗവാന്റെ തേജസ്വരൂപം പകർത്തും. അതും ഇതിലാണ്. അതോടൊപ്പം തന്നെ രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ. അതോടൊപ്പം തന്നെ ചിത്രശില പാളികൾ കൊണ്ടൊരു ശ്രീകോവിലകം ഞാൻ തീർക്കും. അതുപോലെ തന്നെ മാനസനിളയിൽ പൊന്നോളങ്ങൾ മഞ്ജീരധ്വനി ഉണർത്തി. അതോടൊപ്പം തന്നെ മിണ്ടാത്തതെന്റെ കിളിപ്പെണ്ണെ നിന്നുള്ളം തേനൊലിയോ തേങ്ങലോ. അതോടൊപ്പം തന്നെ നഷ്ടസ്വർഗങ്ങളെ നിങ്ങളെനിക്കൊരു ദുഃഖസിംഹാസനം നൽകി. തപ്തനിശ്വാസങ്ങൾ ചാമരം വീശുന്ന ഭദ്രസിംഹാസനം നൽകി. കർപ്പൂരപ്രിയനേ നിൻ കഥ കേട്ടു കരിമല കയറ്റവും ഞാൻ മറന്നു. അതോടൊപ്പം തന്നെ ദേവസന്ധ്യ ഗോപുരത്തി ചാരുചന്ദന മേടയിൽ കുന്നത്തെ കൊന്നയ്ക്കും പൊന്മോതിരം. ആ പാട്ട് ഇത് തന്നെയാണ്. മകളെ പാതിമലരെ അതും ഇത് തന്നെയാണ്. അതോടൊപ്പം തന്നെ ലജ്ജാവതിയെ
നിന്റെ കള്ളക്കടക്കണ്ണിൽ താഴമ്പൂവോ അതും ഇത് തന്നെയാണ്. അപ്പോ ആഭേരി രാഗം ഇവിടെ അവസാനിക്കുന്നു. ഒരു കർണാടക സംഗീതമുണ്ട്. ഭജരേ രേ മാനസ ശ്രീരഘുവീരം ഭജരേ രേ മാനസ. ഇത്രയും ഗാനങ്ങളാണ് ആഭേരി രാഗത്തിലുള്ളത്. നമുക്ക് ഇന്ന് നിർത്താം. പ്രിയപ്പെട്ട നിങ്ങളെ എല്ലാ പേരെയും കണ്ടതിൽ എനിക്ക് ഏറ്റവും സന്തോഷം ഉണ്ട്.